ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഗൺ ആൻഡ് ഗെയിമിങ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഫയറിലാണ് ഗൈസ്. നമ്മുടെ ഗോൾഡ് റോയലിൽ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഒരു ബണ്ടിൽ മെയിൻ. അപ്പോൾ അത് ഗ്രാൻഡ് പ്രൈസിങ് അടിച്ച് ഗൈസ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. 100 അടിച്ചു. നമുക്കിപ്പോൾ എൻ്റെ 4 ലക്കാണ്. അതിന് പക്ഷേ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു ഈ മോട്ടും പിന്നെ ഈ വണ്ടീൻ്റെ സ്കിന്നും അതിനകത്ത് ഏതായിരുന്നു. അത് 2 ഏത് കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. ഇതും എനിക്ക് കിട്ടി. ഇത് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ചെറിയ സങ്കടമുണ്ട്. പക്ഷേ ഇനി നമ്മൾ വെപ്പൺ റോയൽ വന്നേക്കാം ഗൈസ്. നമുക്കിപ്പോൾ ലക്ക് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 86 ലക്കുണ്ട്. എൻ്റെ കയ്യിൽ 2 മറ്റേ വെപ്പൺ റോയലിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞോടെ മറ്റേ ബഡ്ഡിമാട്ടി പോയി 30 അങ്ങ് വാങ്ങി ഗൈസ്. പിന്നെ 2 CS-ൻ്റെ ഇതൊക്കെ അങ്ങനെ കുറച്ച് കാർഡൊക്കെ വാങ്ങി അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 100 ആക്കാൻ പറ്റും. നമുക്ക് 100 ആക്കിയിട്ട് വുഡ് പക്കർ കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. ഈ ഗ്ലൂ വാൾ കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. പിന്നെ എക്സമേറ്റ് കിട്ടിയാലും എനിക്ക് ഹാപ്പിയാണ്. അതിലേത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. വേറെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കഴിയും, ഉറപ്പാണ്. ഓക്കെ, ഈ ഗ്ലൂ വാളിനോടാണ് മെയിൻ താല്പര്യം. ഈ 2 ഏതെങ്കിലും ഒന്നൊക്കെ അടിച്ചാൽ മതി. ഓക്കെ, 10 സ്പിൻ ഒന്നും കിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ അത്ര 96 ആയിട്ടുണ്ടാവും, 97. ഓക്കെ, നമുക്കൊരു 1 സ്പിൻ. ഓക്കെ, 98, 99 1 സ്പിൻ. ഓക്കെ, ഒരു സ്പിന്നൂടെ മതി. അതാ ഒരു കണ്ണ് പെർമനൻ്റ് അടിച്ച്. അതാണ് അടിച്ച്. ഇതെനിക്ക് കണ്ടിട്ടില്ല. ഏതോ ഒരെണ്ണം പെർമനൻ്റ് അടിച്ച്. ഇല്ല, അത് കാണിക്കണില്ല. ബ്രോ, ഇങ്ങനത്തെ ഏതൊരു സ്കിന്നാണ് പെർമനൻ്റ് അടിച്ചു എന്ന് കണ്ടേ. ഓക്കെ, ഇതിനെ ഒറ്റൊരു കറക്കിൽ കൂടി സ്പിൻ. ഓ, ഗണ്ണായിരിക്കും നേരം. ഗണ്ണിൻ്റെ തട വന്നേ. ഏതാ? ഓടാ ഗണ്ണടാ. എനിക്ക് മതി. ഓക്കെ, ഗണ്ണ് കിട്ടി. കൺഗ്രാജുലേഷൻസ് കാണിച്ചു. നമുക്ക് 19 ഉണ്ട്. നമുക്ക് 19 സ്പിന്നാണ് അടിച്ചേക്കാം. ഓക്കെ, 9 കൂടുതൽ 1000 കൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 അടിച്ചേക്കാം അല്ലേ? 10 സ്പിന്നായിട്ട് അടിച്ചേക്കാം. 10 സ്പിൻ കൂടി അടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ഇനിയും നമ്മളിത് കറക്കി 100 ആക്കും. ഗ്ലൂ വാൾ അൾട്ര. ഗ്രാൻഡ് പ്രൈസ് വുഡ് പക്കർ ആണെങ്കിൽ അൾട്രാ റെയറാണ് ഈ ഗ്ലൂ വാൾ. ഓക്കെ, ഇതെനിക്ക് അടുത്ത പ്രാവശ്യം അടിക്കണം ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞൊരു ഗ്ലൂ വാൾ സ്കിന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് അതെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. ഇത് പെർമനൻ്റ് അടിച്ച് നോക്കാം. പിന്നെ വുഡ് പക്കർ നമുക്ക് നോക്കാം. ഇത് പെർമനൻ്റ് അടിച്ച്. വാ നൈസ്. ഇതിന് റേഞ്ച് ഇല്ല, മാഗസീനാണ് കൂടുതൽ. റേഞ്ച് ഇല്ലാത്തതാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലോങ് ഉള്ള എനിമീസിനെ അത് അടിക്കാൻ പറ്റില്ല. അപ്പം അത് നമുക്ക് റേഞ്ച് കൂടുതലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിലും കുഴപ്പമില്ല. മീഡിയം ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തീരെ കുറയാന്ന് പറഞ്ഞാൽ നമുക്കത്തേക്കും കുഴപ്പമില്ല, ഇട്ടേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ CD ഇതൊക്കെ ഏതാ കിടക്കട്ടെ. എൻ്റെ ഒരു ഈ സ്കിൻ ഉണ്ടോ മാഗസിൻ. ഇപ്പോൾ നല്ല ഇതാണ്. റീലോഡ് സ്പീഡില്ലല്ലേ? വുഡ് പക്കർ ഡെയിലി ഇത്രയും സ്കിന്നുണ്ട്, 3 സ്കിന്നുണ്ട്. അത് നല്ല വെച്ചതല്ലോ. റേഞ്ച് കൂടുതലാണ്, മൂവ്മെൻറ്റ് സ്പീഡില്ല. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗസീനില്ല, റേറ്റ് ഓഫ് ഫയർ റീലോഡ് സ്പീഡും കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗസീനില്ല, മൂവ്മെൻറ്റ് സ്പീഡ്, റീലോഡ് സ്പീഡുണ്ട്. ഇതിന് ആക്യുറസി ഇല്ല, മാഗസീനും റേഞ്ചുണ്ട്. ഇതാണ് പ്രശ്നം. ഇത് ഞാൻ ലോബിക്കും പിടിച്ചിട്ടുണ്ട്. ഇത്ര നാളിൻ്റെ എക്സമേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് പവർ. ഓക്കെ, ജസ്റ്റ് ഒരു CS കളിക്കണോ? നാളെ നമ്മളൊരു കളി കളിച്ചില്ലല്ലോ, അതിന് പകരം ഒരു CS കളി ഗൈസ്. എനിക്കൊരു കളി നമ്മൾ തോക്കും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. ഒരു 1 CS. സത്യം പറഞ്ഞാൽ സ്കൂളിട്ടൊക്കെ വന്നിട്ട്
എന്തായാലും ഞാൻ ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല ഗൈസ്. കളി കഴിഞ്ഞിട്ട് വേണം പോയി പഠിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. വേഗം കളിച്ചിട്ട് പോയി പഠിക്കണം. ഓക്കെ, നമുക്ക് തിരിക്കാറാം. അയ്യോ ഉണ്ടാകടാ ചുമ്മാ. അവിടെ എനിമീസ്. അമ്മേ, ഈ സാധനം മണ്ടക്ക് വീണ് ചത്തേനെ. വീണാ മറ്റേ ബ്ലേഡ് കിട്ടി. എൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും വായിക്കല് ഷിൻസ് എന്നൊക്കെ. അടിയിട്ട് എവിടെ നിന്ന് അടിയിട്ട് എന്താ വായിക്കുക? സിദ് എന്താ വായിക്കാന്ന് അറിയുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്താലും സ്പെല്ലിങ്ങെല്ലാം കമൻറ്റ് ചെയ്യാൻ പറ്റും. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു തരിക, അത്ര മതി. We are back, cookies. അണ്ടർ വെയിറ്റ് ചെയ്യോ? മറ്റേ പെനൽറ്റിക്ക് കൊണ്ടാണ്. അയ്യോ, ഞാൻ ആകെ ഒരു മഴയല്ലോടാ. യൂമ്പിയാണിപ്പോൾ അന്നും മനസ്സിലാവണ്ടേ, ഫുള്ളെന്തോ പോലെ കണ്ണൊക്കെ വേദനിക്കണ്. നിങ്ങൾ പറയും ഫ്രീ ഫയർ കളിച്ച് നിർത്താൻ, അല്ലെങ്കിൽ അപ്പം കണ്ണു വരണം. അങ്ങനെയൊന്നും നീയൊന്നും പറയണ്ടേ. നീയും കളിക്കലൊക്കെ ഉള്ളത് തന്നെ. ബീഫ് കൊടുക്കാം. അയ്യോ, നിങ്ങളുണ്ടെങ്കിൽ ബാറ്ററിയിലൊന്ന് മെസ്സേജ് തന്നെ. ഇവിടെ 5% ലാഗാവുന്നുണ്ടത്. ലാഗാവുന്നടാ, കളിക്കാൻ പറ്റുന്നില്ല, ലാഗാവണ. ഇത് നമ്മൾ ടീമേറ്റാ? ഇതിനി എടാ എവിടാ എനിമി? അപ്പുറത്തെ നോക്കി കിടന്ന എനിമീനെതിരെ വെടിയോണേ. ഓട്ടോയും ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓട്ടോയുമോ ഓട്ടോ അസിസ്റ്റോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പോയി. നമ്മളെ ഒരു MP40, ഒരു വെസ്റ്റ്, ഒരു ഗ്ലൂവാള്, 2 മഷ്റൂം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 ഓടാ. കിടിലൻ പ്ലെയറാന്ന് തോന്നുന്നുണ്ട് സ്റ്റോപ്പ് അപ്പ് ചെയ്യണേ. ഗ്ലൂവാള് കണ്ടപ്പോൾ എനിക്ക് എടാ ഇവിടെ നിന്നെല്ലാം ആട്ടി കിട്ടും. ബാക്കിനെ കട്ടിട്ടു. ഞാൻ പറഞ്ഞില്ല ഈ കളി നമ്മൾ തോക്കുന്നത്. ശരി, ഞാനിപ്പോൾ പ്ലാറ്റിനം 4 അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിച്ചെന്ന് എന്നോട് ആരും ചോദിക്കുന്നത് എനിക്കറിയില്ല. കളി എനിക്ക് തോക്കരുതെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് തോക്കരുതെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കണ്ണ സത്യം പറഞ്ഞാൽ എടുക്കണ്ട. ഇവിടെ നമുക്ക് കിട്ടും. ഇതേതാ പീണ? പീണേൻ്റെ നമുക്കിത് വേണം. ഉള്ളു കളി തുടങ്ങിയോ?
കൊടുത്തുണ്ടാവും. അയ്യോ ഈ മസിസ്റ്റ് ഉണ്ടോ? ഒരു ഗ്ലൂ വാൾ ഞാൻ വിഷ് ചെയ്തിരിക്കുന്നു. കളി കഴിഞ്ഞിട്ടില്ലല്ലേ? ഇനിമ എവിടെ? നമ്മുടെ ഫ്രണ്ട്സ് ആരും ഒന്നും മനസ്സിലാവില്ലടാ. അമ്മാതിരി അടി അപ്പുറത്തീന്ന് ഇപ്പുറത്തീന്നൊക്കെ. മറ്റേ ക്യാരക്ടറാ അടിച്ചടിച്ചടിച്ച് ചായ. ഒന്നിൻ്റെ പേര് വായിക്കൊള്ളുന്നില്ലേ? കഴിഞ്ഞൊക്കെ നല്ല പേരുമല്ലോ കേട്ടോടെ. തുച്ചായ അതന്നെ. അയ്യോ എൻ്റെ ഫസ്റ്റ് കുട്ടിയോടെ ആ കണ്ണൊക്കെ ഉണ്ട്. അപ്പം അത് പേടിക്കണ്ട. ഒരാൾക്ക് ഫസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. പാവല്ലേ. ഞാനൊരു റിപ്പയർ ഓ തന്നടാ. ഓടാ ചെക്കന്മാര് പവർ റിപ്പയർ കിട്ടിയിരിക്കണം. സീന് ഓക്കെ. എൻ്റെ ഒരു കളിയിലൊരു സീന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആൻഡ് വെയിറ്റ്. ഉയ്യോ ഓടറാ മണ്ടക്കാരടാ. റിപ്പയർ കിറ്റ് അടിക്കട്ടെ. ഞാൻ പറഞ്ഞു നോക്കിയാറുണ്ട് റിപ്പയർ കിറ്റ് ആവശ്യം വരും. എവിടെയെന്ന് എനിക്കറിയില്ല. അവിടെ എങ്ങനെ അടി വരുന്നു എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഇനിമി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എവിടുന്നാ എടേ അത് ഇനിമില്ലേ? അറിഞ്ഞോക്കാം. ആ തരുന്നുണ്ട്. അടുത്ത് ഇവിടെ ഇനിമിയുണ്ടോ? പൊക്കളടാ. മുകളിൽ 2 ഇനിമിയുണ്ടേ. എടാ മുകളിൽ 2 ഇനിമിയുണ്ടോ? പോയി നോക്കണോ? അവന്മാരവിടെ കിടന്ന് നന്നാ മുട്ടിക്കണു. കളി തോറ്റാൽ പോയിട്ടോ. കളി തോറ്റാൽ പോയി. ജയിച്ചാൽ 3-3 നമ്മൾ ജയിക്കത്തൊന്നുമില്ല. എങ്ങനെയൊന്നും ജയിപ്പിക്കല. അതിനാണെങ്കിൽ അടുത്ത കളി നമുക്ക് കഷ്ടിച്ചാണെങ്കിലും ജയിക്കാം. അടി ആ മുമ്പി എൻ്റെ ഒരു കളിയിലൊരു കുഞ്ഞു സംഭവമാണ് ചായസ്. ഞാൻ കളി അവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. വേണ്ട. ഒരു സംഭവം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിൽ ഉണ്ടോ പ്ലാറ്റിനം 4 -25. ആ സംഭവം എന്താ നമുക്കൊന്ന് നോക്കിയേക്കാം ഗൈസ്. ഓൾഡ് പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രാഫ്റ്റ് ലാൻഡ് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഓൾഡ് പീക്ക് നമുക്ക് കളിക്കാൻ പറ്റും. ബട്ട് അതിൽ കളിച്ച് നോക്കിയിട്ടില്ല. ആ സംഭവം ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അല്ല അത് ഇവിടെ വന്നിട്ടുണ്ടോ? ഓൾഡ് പീക്ക് ഇതല്ലേ സംഭവം. റഷ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പി എനിക്ക് കുത്തി വെച്ചോണ്ട് വേണ്ടേ കളിക്കാൻ. അയ്യോ ചാർജും ഇല്ല. ഫാൻ ഓണാക്കട്ടെ. ഓ 12 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ 11 ഒരാൾ എവിടെ നിന്നൊക്കെ വാടാ. ലോടി മെതാ ഈ പൂവളൊക്കെ അവിടെ നമ്മള്. എടാ ഇതെനിക്ക് ഒന്നും കൂടി കാണണമായിരുന്നു. തറവാടോടെ. അയ്യോ അവിടെയാണോ? അവിടെ അയ്യോ ഞാൻ ആകപ്പെട്ടേ. ഈ തറവാട്ടിൽ കയറണം.
നല്ല ലാഗ് ഉണ്ടാ. ഓടെ അവൻ നൈസ് പ്ലേ. ചിന്ത്ര വിട്ടിട്ട് ഇല്ലതോ നിക്കണ്. അവനെ കൊന്നിട്ടുണ്ട്. ഒന്നാമത് സ്ക്രീൻ റെക്കോർഡ് 4 ലെവൽ കിട്ടി. ഒന്നാമതേ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടി ആയാൽ പിന്നെ എന്നാണ് എന്താ അതിൻ്റെ കൂടെ മറ്റേ കുറേ എനിമീസും വരും, കുറേ സ്റ്റെക്കോ ഉണ്ട്. ഞാൻ അങ്ങനെ കളിക്കും. കുറേ എനിമീസ് ഉണ്ടെങ്കിൽ ലാഗവും. മേടിക്കിട്ട് നമ്മുടെ ഓൾഡ് പീക്ക് ഒന്നും കളിക്കാൻ കിട്ടിയെന്ന് അറിയുമ്പോൾ എനിക്ക് സന്തോഷം. അവൻ ഇതുവഴി ഇങ്ങനെ വരാല്ലേ. അവിടെ എനിമി ഞാൻ കണ്ടു. അവിടെ ഒരു എനിമി അവനെ ഞാൻ കണ്ടു. അങ്ങോട്ട് ഓടിപ്പോയേ, എടക്കാടാ ഓടിപ്പോയേ. എനിക്ക് KK ശിവൻകുട്ടീനെ അറിയോളാ? അറിയില്ലേ? അപ്പൊ പറഞ്ഞു ഞാൻ പ്ലേ ഗെയിം എന്താ പറയുക, എനിക്ക് ആ ഗ്ലൈഡർ അത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകൂടി കളിച്ച കൈസ് രസമുണ്ടോ എന്ന് ചോദിച്ചാൽ രസമുണ്ട്. പഴയ പീക്കൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാമല്ലോ. അത് ഈ അപ്ഡേറ്റ് സീരീസ് നമുക്ക് ഇവിടെ പഴയ പീക്കൊക്കെ ഒന്ന് കാണാം. അടുത്ത ബെല്ല് പഴയ പീക്ക് തിരിച്ചു വരികയാണെങ്കിൽ എല്ലാവരും പണ്ട് നിർത്തിപ്പോയവരൊക്കെ വീണ്ടും കളിക്കാൻ വരും. ഉറപ്പാണ് എനിക്ക്. വീഴലടാ അങ്ങോട്ട് ഓടാ. തോക്കിട്ടണം ഒന്നും നടക്കൂല. എടാ ഇതിൽ ഇങ്ങനെ പ്രശ്നമുണ്ടേ. അതിനെ തോക്കിട്ടാണെങ്കിൽ ഒന്നുകൂടി കളിച്ചു. നിങ്ങൾ ഈ വീഡിയോ നിർത്തിപ്പോന്ന് എനിക്കറിയാം. അതിൽ നമുക്ക് ഒറ്റൊരു കളി കൊണ്ട് കളിക്കാം. വീഡിയോ 20 മിനിറ്റ് ആയോ? അല്ല 18 മിനിറ്റ് ആയില്ലേ? വേഗം ചെയ്യാം. ഇതേപോലെ നമ്മുടെ അങ്ങോട്ടാണ് ചാടണ്ടല്ലേ. അയ്യോ, ആൾക്കാരൊക്കെ നേരത്തെ ഇറങ്ങിയടേ, ഞാനാണ് ലേറ്റ്. ഇത് ഇങ്ങോട്ടിറങ്ങിയിട്ട് മറ്റേ ഇതുവഴി ഇങ്ങനെ ഇവിടെ. ഓക്കെ, ഈ വണ്ടിട്ടുണ്ട്. ഇതിലോട്ടെ എന്തോ ലാഗാണ്. ഒറ്റൊരു കളിയുണ്ട്. ഈ വീഡിയോ എപ്പോൾ 20 മിനിറ്റ് ആകണം അപ്പം ഞാൻ നിർത്തും. ഓക്കെ, 20 മിനിറ്റ് ആകുമ്പോൾ ഞാനൊരു കളിയിലാണെങ്കിൽ ആ കളി തീരുന്നു. അല്ലേ, 20 മിനിറ്റ് കഴിഞ്ഞാൽ കളിയിലാണെങ്കിൽ കളി കഴിഞ്ഞിട്ട് നിർത്തും. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോയി. അല്ലാതെ പണ്ടത്തെ ഞാനൊക്കെയാണ് ഉണ്ടല്ലോ, ഗ്ലൈഡറൊക്കെ കിട്ടുകയാണെങ്കിൽ എനിമിയൊന്നും അതൊക്കെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നറിയോ, ഇതായി ഇങ്ങനെ ഗ്ലൈഡറിൽ ഇങ്ങനെ കുറേ നേരം പറക്കണേ. എനിമി ശരിക്കും പാടില്ലല്ലോ ഇങ്ങനെ കുറേ നേരം പറന്ന് നടക്കാം. നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എനിമി വരും, അല്ലാതെ എനിമി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ PUBGയിൽ ട്രെയിനിങ്ങിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്സ്, ഗൺ ഷൂട്ട് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതേപോലെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എന്തായാലും ഇതിനു വേണ്ടി തിരിച്ചു കളിക്കുന്നത് ഇവിടെ. അതെനിക്ക് ഉറപ്പാണ്. ഈ ഗെയിമിന് വേണ്ടി ഞാൻ തിരിച്ചു. ഒറിജിനൽ പീക്ക് റിട്ടേൺ വന്നാലും
ഞങ്ങൾക്ക് പിന്നെ കളി ഒരിക്കലും നിർത്തില്ല. അപ്പോൾ തന്നെ ഞാൻ കളി നിർത്താമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. മടുത്തി കളിയൊക്കെ. സ്കാർ പ്ലസ് അവനിട്ടേക്കണ ഈ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടേ. ഇവനിട്ടേക്കണ ഷർട്ട് പാൻറ്. കൊല്ലല്ല പോടാ. 20 മിനിറ്റ് കേസ്. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് അടിച്ചിട്ട് പിന്നെ നമുക്ക് 2 ഡിഫിക്കൽട്ടി എന്ന് കൊടുക്കാം. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഇനി ഞാൻ നിങ്ങളില്ലാതെ ഒറ്റയ്ക്ക് കളിച്ചോളാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.